മുനമ്പം വഖഫ് ഭൂമി കേസ് കോഴിക്കോട് വഖഫ് ട്രൈബ്യൂണലിൽ ഇന്ന് പരിഗണിക്കും. കേസിൽ കക്ഷി ചേരാനുള്ള മുനമ്പം നിവാസികളുടെയും വഖഫ് സംരക്ഷണ വേദിയുടെയും അപേക്ഷയാണിന്ന് പരിഗണിക്കുക. ദീപക് തരമണം കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ദീപക്, ഗുഡ് മോർണിംഗ്, പറയൂ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ. വാർത്തകളിൽ വലിയ രീതിയിൽ ഇടം പിടിച്ച ഏറെ വിവാദമായ വൈകാരികമായ ഒരു വിഷയം, ആ വിഷയത്തിലാണ് ഇന്ന് വഖഫ് ട്രിബ്യൂണൽ ആ കേസ് വീണ്ടും പരിഗണിക്കുന്നത്. അതായത് വഖഫ് ഭൂമി അന്യാധീനപ്പെട്ടു, മറ്റുള്ളവർ ഏറ്റെടുത്തു എന്നുള്ള നിലയിലുള്ള കേസാണ്. അതിലെ നടപടികളുമായി നിയമവ്യവഹാരങ്ങൾ തുടരുകയാണ്. ഇതിൽ കോഴിക്കോട്ടെ വഖഫ് ട്രിബ്യൂണൽ ഇന്ന് പരിഗണിക്കുന്നത് രണ്ട് അപേക്ഷകളാണ്, രണ്ട് ഹർജികളാണ്. അതിലൊന്ന് വഖഫ് സംരക്ഷണ വേദിയുടെയും അതുപോലെ തന്നെ മുനമ്പം നിവാസികളുടെയും ഈ കേസിൽ കക്ഷി ചേരാൻ വേണ്ടിയുള്ള അപേക്ഷയാണ്, ഹർജിയാണ് ഇന്ന് പരിഗണിക്കുന്നത്. ഇതിൽ മറ്റൊരു കാര്യം, കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് വഖഫ് സംരക്ഷണ സമിതിയുടെ പേരിലുള്ള ഒരു ഹർജി ഉണ്ടായിരുന്നു കക്ഷി ചേരാൻ വേണ്ടി. അത് കോടതി തള്ളുകയായിരുന്നു, ട്രിബ്യൂണൽ തള്ളുകയായിരുന്നു. മാത്രവുമല്ല, എന്ത് താല്പര്യമാണ് മുനമ്പം നിവാസികളുടെ കാര്യത്തിൽ, എന്ത് വ്യക്തി താല്പര്യമാണ് ഈ സമിതിക്കുള്ളത്, ഈ സംഘടനയ്ക്കുള്ളത് എന്ന് ചോദ്യത്തോടു കൂടിയായിരുന്നു ട്രിബ്യൂണൽ തള്ളിയത്. സ്വാഭാവികമായും ഇന്നും ഈ കേസിൽ എന്താണ് നിലപാടെടുക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടതാണ്. മാത്രവുമല്ല, ഈ വഖഫ് ഭൂമി തിരിച്ചു പിടിക്കുക എന്നുള്ളതിൽ ശക്തമായ നിലപാടിലാണ് വഖഫ് ട്രിബ്യൂണൽ എന്നുള്ളതും വ്യക്തമാണ്. ഇതിൽ കോഴിക്കോട് ഫറൂഖ് കോളേജ് മാനേജ്മെൻറ്റും ഈ കേസിൽ പ്രധാന ഇടപാടുകാരാണ്. അവർ ഈ കേസിൽ കക്ഷി ചേർന്നതാണ്. ഏതായാലും ഇന്ന് ഏതാണ്ട് ഇതിൻ്റെ ഒരു കല്ലും നെല്ലും തിരിയാൻ സാധിക്കും. കാരണം ആരൊക്കെ കക്ഷി ചേരാനുള്ള അനുമതി കോടതി നൽകുമെന്നുള്ളത് എസ് കെ എൻ.